Hi, welcome to Amina's World Tales. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ റാസ്ബെറി കേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ബൈ പറയടിക്കൂ. അപ്പോൾ അതിനായി ഞാൻ ആദ്യം ബീറ്റ് ചെയ്യാത്ത കുറച്ച് 7 eggs ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേണം. 2 കപ്പ് മൈദ വേണം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ ഒരു പാനിലോട്ട് അരിച്ചെടുക്കണം. അപ്പൊ ആദ്യം നമ്മൾ ഈ അരിപ്പയിലോട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു കപ്പ് മൈദ, പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ബേക്കിംഗ് സോഡയ്ക്ക് ആയിട്ട് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ ഞങ്ങൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നമ്മുടെ 1 കപ്പ് മൈദ ഉണ്ടല്ലോ, അത് കൂടി അരിച്ചു. ഇതിപ്പോൾ 2ാമത്തെ തവണ ആണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 തവണ അരിച്ചെടുക്കണം. 2ാമത്തെ തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ തവണ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 1 കപ്പ് പഞ്ചസാര നമ്മൾ മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്യണം. എന്നിട്ട് ഒന്ന് പതുക്കെ ബീറ്റ് ചെയ്യാം കേട്ടോ. ഇനി കുറേശ്ശെ കൂടിയും പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ബീറ്റ് ചെയ്യണം. ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും പഞ്ചസാര ചേർക്കുക, ബീറ്റ് ചെയ്യുക. ഇപ്പം ഇത് ഞങ്ങൾ എല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ. കുറേശ്ശെ ആഡ് ചെയ്യാം കേട്ടോ. അല്ലാണ്ട് അപ്പോഴേക്കപ്പം മുഴുവൻ ആഡ് ചെയ്താൽ കട്ട പിടിച്ചിട്ട് ആകെ കൊളാവും. അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്യാം. ഇത് മെല്ലെ മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത സ്ഥലത്ത് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ബാക്കിലേക്കൊന്നും പോകാൻ പാടില്ല. ഓക്കെ. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അതേപോലെ തന്നെ 2 ടീസ്പൂണ് പാലും കൂടിയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ മിൽക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മുടെ നാടൻ പാല് കിട്ടുന്നുണ്ടെങ്കിൽ അതാവും ഏറ്റവും നല്ലത്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു പിഞ്ചല്ല, ഒരു 2 ഡ്രോപ്സ് റാസ്ബെറി റെഡ് കളർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ 2 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റാസ്ബെറി റെഡ് എന്ന് പറയുമ്പോൾ വളരെ നല്ല കളർ. ഇനി നമ്മൾ കുറച്ചും കൂടിയും ഒരു 1/2 ടീസ്പൂണൊക്കെ റാസ്ബെറി എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യും. അത് ഞങ്ങൾക്ക് കൂടുതൽ റെഡ് കിട്ടാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ റെഡ് കളറൊക്കെ മതി എന്നുണ്ടെങ്കിൽ അതും കുറച്ച് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് അത്ര തന്നെ മതി, വീണ്ടും ആഡ് ചെയ്യണമെന്നില്ല. ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ ഒരു കളറാണ്. ഇത് കാണാൻ തന്നെ നല്ല കൊതി തോന്നുന്നുണ്ട് കഴിക്കാനൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ അധികം കളറില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയാണ്, നല്ല കളറും ഉണ്ട്. ഓക്കെ, ഇനി ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഒരു 5 ഇഞ്ചസിൻ്റെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത പാനിലോട്ട് ആണ് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ 7 ഇഞ്ചിൻ്റെ പോട്ടിലോട്ടും ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ഒരു പോട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതാണ് 7 ഇഞ്ചിൻ്റെ പോട്ട്. ഇതിലോട്ട് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ബാറ്റർ. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. 2 ബട്ടർ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ അത് റൗണ്ട് ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വെച്ചിട്ട് അളവൊന്ന് ശരിയാക്കാം. എന്നിട്ട് അതിൻ്റെ അടയാളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ തന്നെ റൗണ്ട് ഷേപ്പിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ട് നമ്മൾക്ക് ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ മതി, ഒരു പകുതി ഒക്കെ മതി. ഇനി നമ്മുടെ 5 ഇഞ്ചിൻ്റെ ബൗളിലോട്ട് ഇടുന്ന അളവാണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിനെങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് വേണ്ടതിൽ. പിന്നെ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കത്തിക്കാനായിട്ട്. രണ്ടാമത്തതും ലോ ഫ്ലെയിമിലിട്ട് കത്തിക്കാൻ. ഭയങ്കര ഫ്ലഫി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ രണ്ടാമത്തെ കേക്ക് കുറച്ച് ചൂടുണ്ട്. മറ്റേത് ഞങ്ങൾ ആദ്യം തന്നെ ചൂടാക്കി വെച്ചിട്ടുള്ളതാണ്. നല്ല സൂപ്പർ കേക്കാണ്. പക്ഷെ കളർ ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ കളർ കുറച്ച് ഇല്ലാത്ത പോലൊക്കെ തോന്നുന്നുണ്ട്. ഇതൊന്നും മുറിച്ചാൽ ചിലപ്പോൾ കളർ ഉണ്ടാവായിരിക്കും. അപ്പോൾ കേക്കിന് ഞങ്ങൾ കേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എന്തെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു. ഇനി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.